വെച്ചാൽ കാനഡയിൽ പുറത്ത് നമ്മളൊരു 12 മാസ കാലയളവിൽ ഈ ഒഹിപ് കാർഡ് എവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഈ ഒരു കാർഡ് കിട്ടത്തില്ല. കാരണം ഇപ്പോൾ എന്തൊക്കെയാണ് ഉപകാരങ്ങൾ, അത് ഇതെങ്ങനെയാണ് എടുക്കാൻ പറ്റുക, എവിടെ പോയാലാണ് എടുക്കാൻ പറ്റുക, അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. ഉൾക്കൊള്ളുന്നില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടോച്ച് വ്ലോഗ്. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷം ഞാനിപ്പോൾ വന്നിട്ട് ഒരു 5 മാസമായി. ഞാനിവിടെ വന്നതെന്ന് വെച്ചാൽ സ്പോർട്സ് ഓപ്പൺ വർക്ക് പെർമിറ്റിലാണ് വന്നേക്കുന്നത്. അത് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ, എൻ്റെ വൈഫ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവളെ ഡിപ്പെൻഡ് ചെയ്താണ് ഞാനിവിടെ വന്നത്. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വർക്ക് പെർമിറ്റ് ആയതുകൊണ്ട് വർക്ക് പെർമിറ്റ് അണ്ടറിൽ എനിക്ക് ഇവിടുത്തെ ഒരു കാർഡ്, ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ്, അപ്പോൾ അത് കിട്ടും. അതിന് പറയുന്നത്, ഇവിടെ പറയുന്നത് വെച്ചാൽ ഒഹിപ്പ് എന്നാണ്. ഒഹിപ്പ് എന്ന് വെച്ചാൽ ഒണ്ടാരിയോ ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാം. അപ്പോൾ ഈ ഒഹിപ്പ് കാർഡ് ഞാൻ അപ്ലൈ ചെയ്തു. ഒരു വിതിൻ 1-2 വീക്കിനുള്ളിൽ തന്നെ എനിക്ക് കാർഡ് കിട്ടി. ഇത് ഞാൻ എവിടെ പോയാണ് അപ്ലൈ ചെയ്തത്, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ഞാൻ കൊണ്ടുപോയത്, പിന്നെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ, എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്, അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് വരുന്നത്. അപ്പോൾ എല്ലാവരും മറക്കാണ്ട് വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മെയിനായിട്ട് ഞാൻ പറയുന്നത് വെച്ചാൽ, ഇത് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഈ ഒരു കാർഡ് കിട്ടത്തില്ല. കാരണം വെച്ചാൽ അവർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അവർക്ക് വർക്ക് പെർമിറ്റ് ആയാൽ മാത്രമേ ഉള്ളൂ. സ്റ്റുഡൻറ്റ് വിസ ഒക്കെ കഴിഞ്ഞ് വർക്ക് പെർമിറ്റിലോട്ട് വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ അവർക്ക് കിട്ടത്തുള്ളൂ. വർക്ക് പെർമിറ്റ് ആയെങ്കിൽ തന്നെ ഒരു 12 മാസ കാലയളവിൽ 153 ദിവസമാണ് പറയുന്നത്. എങ്കിലും ഒണ്ടാരിയിൽ ഉണ്ടായിരിക്കണം. ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു കാർഡ് കിട്ടാനുള്ള ഒരു യോഗ്യതയുള്ളൂ. ഇനി എന്താണെന്ന് വെച്ചാൽ, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ഈ ഒരു കാർഡ് കിട്ടണമെങ്കിൽ വേണ്ടത്. നമുക്കറിയാലോ, ഇപ്പോൾ ഹെൽത്തിൻ്റെ കാര്യത്തിൽ കാനഡയിൽ ഒരുപാട് കുറച്ച് ലേറ്റ് കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇങ്ങനത്തെ ഒരു കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടും. അതൊരു പ്ലസ് പോയിൻ്റാണ്. ഇത് ഈ കാർഡ് കിട്ടിയാലുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമുക്ക് ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും സേവനങ്ങൾ, പരിശോധനകൾ, മരുന്നുകൾ, അതോടൊപ്പം തന്നെ താമസം, പിന്നെ ഭക്ഷണം, ആശുപത്രി താമസ ചിലവുകളും ഭൂരിഭാഗവും നമുക്ക് ഈ ഒഹിപ് കാർഡിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഇതിൽ കിട്ടാത്ത കാര്യങ്ങൾ എന്നൊക്കെ വെച്ചാൽ, നമുക്കുള്ള ഡെന്റൽ കെയർ, പിന്നെ ചെവി അങ്ങനെയുള്ളത്, പിന്നെ സൗന്ദര്യ വർധനവ് ഉള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ അതിനൊന്നും നമ്മൾ ഈ ഒരു കാർഡിൽ ബെനിഫിറ്റ്സ് കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. പിന്നെ ആംബുലൻസ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾക്ക് കിട്ടും. പിന്നെയുള്ള വേറൊരു സംഭവം എന്ന് വെച്ചാൽ, നമ്മുടെ ഐ കെയർ എക്സാംസ് ഉണ്ട്. ഇയർലി നമുക്ക് ഐയുടെ കാഴ്ചശക്തികളുടെ സേവനം അങ്ങനെ ചെക്ക് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. ആ പരിപാടി ആർക്കൊക്കെയാണ്, അത് ഏതൊരു ഏജ് കാറ്റഗറിയിലുള്ളവർക്കാണ് ആ സേവനം കിട്ടുക എന്ന് വെച്ചാൽ, ഈ കാർഡ് വെച്ചാൽ 19 വയസ്സ് താഴെയും 65 വയസ്സിൽ മുകളിലോട്ടും ഉള്ളവർക്ക് ഈ കാർഡിൻ്റെ വെച്ച് നമുക്ക് ആ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് ഇയർലി ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് 20 to 64 ഇയർ ഉള്ളവർക്കാണെങ്കിൽ, ആ ഒരു ഏജ് കാറ്റഗറിയിലുള്ളവർ അവരിപ്പോൾ പോയിട്ട് ഇതിനു വേണ്ടി എന്തെങ്കിലും ഐഡിയൊക്കെ നമ്മൾ ഇയർലി ഒന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണെങ്കിൽ അതിന് നമ്മൾ പേ ചെയ്യേണ്ടി വരും, ക്യാഷൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇത് ഒരുപാട് ഉപകാരങ്ങളുണ്ട് കേട്ടോ, ഒരുപാട് ഉപകാരങ്ങളുണ്ട്. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് അവരുടെ ആ ഒരു പഠനം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് നമുക്ക് വർക്ക് വിസയിലോട്ട് എത്തിക്കഴിയുമ്പോൾ ഉറപ്പായിട്ടും അവർ എന്തായാലും കാനഡയിൽ ഒരു ഒണ്ടാരിയോ എന്ന പ്രോവിൻസിലുള്ള കാർഡാണ്. അപ്പോൾ 153 ഡേയ്സ് മതി. ആ ഒരു 150 ഡേയ്സ് ഒണ്ടാരിയോയിൽ നമ്മൾ സ്റ്റേ ചെയ്തിട്ടുള്ളതാണെങ്കിൽ നമുക്ക് ഈ ഒരു ഒഹിപ് കാർഡിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് എവിടെയാണ് നമ്മൾ പോയി ചെയ്യുക എന്ന് വെച്ചാൽ, ഞാൻ പോയത് സർവീസ് ഒണ്ടാരിയോ ഹാമിൽട്ടണിലാണ്. അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ടുള്ള ഒരു പ്ലേസ് പോകേണ്ടത് സർവീസ് ഒണ്ടാരിയോയിൽ പോവുക. അത് ഇൻ പേഴ്സൺ ആയിരിക്കണം. അവിടെ ചെന്ന് മാത്രം, അങ്ങനെ പോയാൽ മാത്രമേ ഉള്ളൂ അവിടെ അവർ നമ്മുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കും. അങ്ങനെയാണിത്. അങ്ങനെയൊക്കെ എടുത്തപ്പോൾ എനിക്കൊരു കാർഡ് കിട്ടി. അപ്പോൾ അതിങ്ങനെ വന്ന 2 ആഴ്ചക്കുള്ളിൽ എനിക്ക് കാർഡ് കിട്ടി. ആ ഒരു കാർഡാണ് ഇത്. ഇവിടുത്തെ ഫുള്ള് ഡീറ്റെയിൽസും കാര്യങ്ങളും അഡ്രസ്സും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫോട്ടോയൊക്കെ പതിപ്പിച്ച ഒരു കാർഡ് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഈ ഒരു കാർഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ സർവീസ് ഒണ്ടാരിയിൽ പോകുമ്പോൾ കൊണ്ടുപോകേണ്ടത്, അതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണമെന്ന് വെച്ചാൽ, നമുക്ക് പ്രൂഫ് ഓഫ് കാനഡിയൻ സിറ്റിസൺഷിപ്പ് ഓർ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ്. ഇപ്പോൾ നമ്മളിപ്പോൾ പെർമനൻറ്റ് റെസിഡൻസ് ആണോ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വർക്ക് പെർമിറ്റിലാണോ എന്നുള്ളതിൻ്റെയൊക്കെ, അപ്പോൾ അതിൻ്റെ ഒരു പ്രൂഫ് നമുക്ക് വേണ്ടായിരിക്കണം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ, പ്രൂഫ് ഓഫ് റെസിഡൻസ് ഇൻ ഒണ്ടാരിയോ. അതെന്താ മെയിൻ സംഭവം എന്ന് വെച്ചാൽ, നമുക്ക് വേണ്ടത് അപ്പോൾ ഡ്രൈവർ ലൈസൻസ്, യൂട്ടിലിറ്റി ബിൽ, റെൻ്റൽ എഗ്രിമെൻറ്റ്, ഈ ഒരു കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പ്രൂഫ് ഓഫ് റെസിഡൻസ് ഇൻ കാനഡ, അപ്പോൾ നമുക്കത് തെളിയിക്കാൻ പറ്റുന്ന പ്രൂഫ് നമുക്ക് കാണിക്കാൻ പറ്റും. പിന്നെ അടുത്തായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ഐഡൻറ്റിറ്റി പ്രൂഫാണ്. അപ്പോൾ ഐഡൻറ്റിറ്റി പ്രൂഫിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ പാസ്പോർട്ട് യൂസ് ചെയ്യാൻ പറ്റും, പിന്നെ നമ്മുടെ ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും.
പിന്നെ ഒരു സംഭവം എന്ന് വെച്ചാൽ കാനഡയിൽ പുറത്ത് നമ്മളൊരു 12 മാസ കാലയളവിൽ ഒരു 212 ദിവസങ്ങൾക്ക് മുകളിൽ നമ്മൾ കാനഡയ്ക്ക് പുറത്ത് പോവുകയാണെങ്കിൽ, അപ്പോൾ മീൻസ് ഒരു 7 മാസമൊക്കെ പിടിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു അതിന് മുകളിലോട്ടാണെങ്കിൽ നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും ഓഹി കാർഡിന് അപേക്ഷ വെക്കണം. അപ്പോഴത്തേനും നമ്മുടെ അത് നിലനിർത്താൻ നമുക്ക് പറ്റും. അപ്പോൾ അതിന് ഉള്ളിലാണ് 212 ദിവസത്തിനൊക്കെ ഉള്ളിലാണ് നമ്മൾ പോയിട്ടൊക്കെ തിരിച്ചു വരുന്നതെങ്കിൽ നമുക്ക് അതിന് അപേക്ഷകളോ ഒന്നും ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓഹി കാർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒണ്ടാരിയോ ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാമാണ്. അത് ഒരുപാട് പേർക്ക് ഇത് ഇനിയും ആരും എടുത്തിട്ടില്ലെങ്കിൽ, ഇപ്പോൾ ഇങ്ങനെ വർക്ക് വിസയിലും പെർമനൻറ്റ് റെസിഡൻ്റ് ആയിട്ടുള്ളവരും ഇനിയും എടുത്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പോവുക. നിങ്ങൾ അടുത്തുള്ള നിങ്ങളുടെ സർവീസ് ഒണ്ടാരിയോയിൽ ചെന്നിട്ട് നിങ്ങൾ ഇതിനു വേണ്ടിയുള്ള ഡോക്യുമെൻറ്റ്സൊക്കെ കൈ കഴുകുക, എന്നിട്ട് ചെല്ലുക. അവിടെ ചെന്നാൽ വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കും. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാനും എൻ്റെ വൈഫും അനുവും കൂടെ ഞങ്ങൾ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സർവീസ് ഒണ്ടാരിയോയിൽ ഒരു ഫസ്റ്റ് കൗണ്ടർ ചെന്നപ്പോൾ തന്നെ അവർ ഇന്ന ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ എല്ലാ ഡോക്യുമെൻറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. മെയിനായിട്ട് നമ്മുടെ പ്രൂഫ് ഓഫ് കനേഡിയൻ സിറ്റിസൺ, പ്രൂഫ് കനേഡിയൻ ആണ്, അല്ലെങ്കിൽ പെർമനൻറ്റ് റെസിഡൻ്റ് ആണ്, അല്ലെങ്കിൽ വർക്ക് വിസയിലുള്ളതാണെന്നുള്ളതിൻ്റെ പ്രൂഫും, പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ പ്രൂഫ് ഓഫ് റെസിഡൻസി ഇൻ കാനഡ. അപ്പോൾ നമ്മളെ യൂട്ടിലിറ്റി ബില്ലായിരിക്കാം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു വീട് എടുത്തപ്പോൾ അതിൻ്റെ റെൻ്റൽ എഗ്രിമെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ വേണ്ടതെന്ന് വെച്ചാൽ ഡ്രൈവിംഗ് ലൈസൻസ് ആയിരിക്കും. ഇതൊക്കെ ഒരു പ്രൂഫാണ്. പിന്നെ വേണ്ടത് പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി ആണ് നമുക്ക് വേണ്ടത്. പാസ്പോർട്ട് അല്ലെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ 3 ഡോക്യുമെൻറ്റ്സ്, അപ്പോൾ ഏതെങ്കിലും ഇത് നമ്മൾ കൈ കരുതുക. എന്നിട്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്കൊരു ഫസ്റ്റ് കൗണ്ടറിൽ നമുക്ക് ടോക്കൺ കിട്ടും. ആ ടോക്കൺ എടുത്തിട്ട് നമ്മൾ സെക്കൻഡ് കൗണ്ടറിൽ ചെല്ലുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇത് നമ്മളെല്ലാം സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഒരുപാടൊന്നും ഇല്ല, ഇതിൻ്റെ ഫ്രീ കോസ്റ്റ് ആണ്, നമുക്ക് പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഈ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് അവിടെ ചെല്ലുക. നമുക്ക് മെയിനായിട്ട് പിന്നെ എന്ന് വെച്ചാൽ വർക്ക് പെർമിറ്റിൽ ഒരു ഫുൾ ടൈം ജോബ് ആയിരിക്കണം. അപ്പം ഫുൾ ടൈം ജോബിൻ്റെ ആണെങ്കിൽ അവർ അത് മേടിക്കും. ഫുൾ ടൈം ജോബ് വർക്ക് പെർമിറ്റിൻ്റെ കാണിക്കുക, അതിൻ്റെ ഓഫർ ലെറ്ററും കാര്യങ്ങളൊക്കെ കാണുമല്ലോ. അപ്പോൾ ആ വർക്ക് പെർമിറ്റ് കാണിക്കുക. അതനുസരിച്ച് അവർ ഇത് നോക്കി എല്ലാം ചെക്ക് ചെയ്തിട്ട് നമുക്ക് അവിടെ ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. ആ ഫോമും പൂരിപ്പിച്ച് കൊടുത്തു കഴിയുമ്പോഴത്തേനും അവർ നമ്മളോട് പറയും, എല്ലാ സിസ്റ്റത്തിലേക്ക് അപ്ഡേറ്റ് ആയിട്ട് പറയും, ഒരു 1 or 2 വീക്സിനുള്ളിൽ നമുക്ക് കാർഡ് കിട്ടുമെന്ന് പറയും. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് കാർഡ് കിട്ടിയത്. അപ്പോൾ ഇത് വളരെ ഉപകാരപ്പെടും. നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ പോകാനും വോക്ക് ഇൻ ക്ലിനിക്കിലൊക്കെ പോകുമ്പോഴൊക്കെ നമുക്ക് അതിന് സർവീസ് സേവനങ്ങളെല്ലാം നമുക്ക് ലഭ്യമായിരിക്കും. അപ്പോൾ നമുക്ക് വലിയ പൈസയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ഫ്രീ. അപ്പോൾ എല്ലാവരും ഇനിയും ഇത് മെയിനായിട്ട് വരുന്ന വെച്ചാൽ സ്പോർട്സ് വർക്ക് പെർമിറ്റിൽ വരുന്നവർ ഇപ്പോൾ ഈ കാലയളവിൽ ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ ഇപ്പോൾ സ്റ്റുഡൻസ് ആയിട്ട് ഇവിടെ വന്നവർ അവരുടെ ഭർത്താക്കന്മാരോ ഭാര്യമാരോ ഒക്കെ ഇങ്ങനെ കയറി വരുന്നുണ്ട് സ്പോർട്സ് വർക്ക് പെർമിറ്റിൽ. അപ്പോൾ അവരൊക്കെ വരുമ്പോഴത്തേനും ഒരു ഫുൾ ടൈം ജോബ് കിട്ടി കഴിയുമ്പോൾ തന്നെ മറക്കാണ്ട് പോവുക, ഒരു കാർഡ് മേടിക്കുക. അപ്പോൾ അങ്ങനെ ഇത് കീപ്പ് ചെയ്ത ഒരു ID കാർഡ് പോലെ നമുക്ക് കയ്യിലിരിക്കും, വളരെ ഉപകാരപ്പെടും. എന്തായാലും ഈ കുഞ്ഞൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ എൻ്റെ ലൈഫിൽ ഞാനിങ്ങനെ മുന്നോട്ട് പോകുന്ന സമയങ്ങളിൽ ഞാൻ എന്തൊക്കെ ചെയ്യുന്നു ആ കാര്യങ്ങളെക്കുറിച്ചുള്ള കുഞ്ഞു ഇൻഫർമേഷൻ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ. ഇറ്റ്സ് മീ ഡിജോഷ്.